പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 54 അധ്യായം അതിൻ്റെ 14-15 വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ. എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അതെടുത്തൊന്ന് വായിച്ച് ധൈര്യപ്പെടണം. അവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്: നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് നീ അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാൻ ഇല്ലല്ലോ, ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടിയാൽ അത് എൻ്റെ നിമിത്തം അല്ല, എൻ്റെ ഹിതപ്രകാരം അല്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിൻ്റെ നിമിത്തം വീഴും. ശ്രദ്ധിച്ചു കേട്ടോ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ച വചനം അത് അതുപോലെ ഏറ്റെടുക്കുക. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ കേട്ട് തകർന്നിരിക്കുകയല്ലേ? കർത്താവിനെ ഏറെ സ്നേഹിച്ചിട്ടും ഒത്തിരി വിശ്വസ്തയോടെ നിന്നിട്ടും നിഷ്കളങ്കമായി മറ്റുള്ളവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താ മുറിവിന് പുറകെ മുറിവ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാ ചിന്തിക്കുന്നതല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളെ അധൈര്യപ്പെടുത്തുന്നത് അവിടുത്തെ നീതിയുള്ള വലങ്കരത്താൽ നിങ്ങളെ താങ്ങുന്നില്ലേ? ആ വലങ്കരം നിങ്ങളുടെ കൂടെ ഇല്ലേ? അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ആ നീതിയാൽ നിങ്ങൾ സ്ഥിരമായി വസിക്കും. നിങ്ങളുടെ സ്ഥിരതയ്ക്ക് ഭംഗം വരത്തില്ല. നിങ്ങൾ വിശ്രമിക്കുന്ന അപ്പായുടെ മാർവിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരു ഭീഷണിക്കും ഒരു പീഡനത്തിനും നിങ്ങളോട് അടുത്തു വരുവാനോ നിങ്ങളെ തകർക്കുവാനോ സാധ്യമല്ല. അതേ വാക്കുകൊണ്ട് എതിർത്താലും പ്രവൃത്തി കൊണ്ട് എതിർത്താലും ആ എതിർക്കുന്നവർ ലജ്ജിച്ചു പോകത്തക്കവണ്ണം കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് അവിടെ നമ്മളോട് ഓർപ്പിച്ചത് കണ്ടോ? ആരെങ്കിലും ഒരുത്തൻ നമ്മളോട് കലശൽ കൂടിയാൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല എന്നല്ലേ ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അടുത്ത വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. ഒരുത്തൻ നിങ്ങളോട് കലശൽ കൂടുന്നുവെങ്കിൽ അവൻ നിൻ്റെ നിമിത്തം വീഴും. അതെ, ആ വ്യക്തിക്ക് ഒരു പ്രതികൂലം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും വേണ്ട. പകരം നിങ്ങളിലുള്ള ദൈവ സാന്നിധ്യം ആ കലശൽ കൂടുന്ന വ്യക്തിത്വം തിരിച്ചറിയട്ടെ. ആ വ്യക്തിയും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരട്ടെ. അതാ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നത്. ആയതുകൊണ്ട് വിരോധമായി നിൽക്കുന്ന വ്യക്തിയോട് ഒരെതിർപ്പും കാണിക്കണ്ട. നിങ്ങളത് മൈൻഡ് ചെയ്യുക പോലും വേണ്ട. പരിശുദ്ധാത്മാവ് പറയുന്നു, എല്ലാ ഭീഷണിയും എല്ലാ പീഡനവും നിങ്ങളോട് അകന്നിരിക്കും. അതൊന്നും നിങ്ങളോട് അടുത്ത് വരികയില്ല. നിങ്ങളതിനെ മൈൻഡ് ചെയ്യേ വേണ്ട. കർത്താവിൻ്റെ ഹിതമല്ലാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഇപ്പോൾ സംഭവിച്ച മുറിവ്, ഈ ചില നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിനേറ്റ ആ മുറിവ്, അത് കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് തെളിയിക്കപ്പെടേണ്ടതിന് സ്വർഗം അനുവദിച്ചതാ. അവിടുത്തെ കൺമണിയാണെന്ന് അപ്പ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. അതെ, നിങ്ങൾ സ്ഥിരമായി നിൽക്കുമെന്നല്ലേ പറഞ്ഞത്? അപ്പായുടെ കൺമണി തകരുവാൻ അപ്പ അനുവദിക്കുമോ? നിശ്ചയമായും സ്ഥിരമായി നിൽക്കും. നിങ്ങൾ ഉയർത്തപ്പെടും, മാനിക്കപ്പെടും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ ആശ്വസിപ്പിച്ച വചനത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭാരത്തോടെ ആയിരിക്കുന്ന അങ്ങയുടെ പൊന്നുമക്കളെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്ര നിഷ്കളങ്കതയോടെ നിന്നിട്ടും ഒത്തിരി ആത്മാർത്ഥതയോടെ സ്നേഹിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താ ഈ മുറിവുകൾ മാത്രം എന്നിനിയും ചോദിക്കില്ല. അപ്പം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. അവിടുന്ന് സകലതും നീതിയോടെ ചെയ്യും. നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കില്ല. ബ്ലെസ് യു.